ഹലോ, 13,727 സീറ്റുകളാണ് നമ്മുടെ NIT അതുപോലെ IIITs GFTIs എന്ന് പറയുന്ന കോളേജുകളിൽ ജോസ കൗൺസിലിംഗിന്റെ 6 റൗണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത്. അതിലേക്കുള്ള അഡ്മിഷൻസും അതുപോലെ സൂപ്പർ ന്യൂമററി ആയിട്ടുള്ള നമ്മുടെ ദാസ സ്കീമിലേക്കുള്ള അഡ്മിഷൻസിനും വേണ്ടിയുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോസ കൗൺസിലിംഗ് കഴിഞ്ഞ് നമ്മുടെ NIT പ്ലസ് സിസ്റ്റത്തിൽ ബാക്കിയുള്ള സീറ്റുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ചെയ്തു എന്നറിയാം. ഇല്ലാത്ത ആളുകൾ, താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓഗസ്റ്റ് 2 വരെയാണ് നമുക്ക് ചോയ്സസ് ഫില്ല് ചെയ്യാനുള്ള സമയം. ഓഗസ്റ്റ് 3 നമുക്ക് എന്ത് കിട്ടും? മോക്ക് അലോട്ട്മെന്റ് കിട്ടും. രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഓഗസ്റ്റ് 3 വരെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ദാസക്കുള്ള ഡേറ്റുകൾ, ഈ ഡേറ്റ് ഷീറ്റിന്റെ PDF ഒക്കെ നമ്മുടെ CSABയുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതുപോലെ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും മോക്ക് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചോയ്സുകളൊക്കെ ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി ഫൈനൽ റൗണ്ടിലേക്ക് നമുക്ക് ഉള്ള സമയം ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 7 കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് 1 ഓഫ് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 9 പുറത്തു വരും. ദാസയുടെയും CSABയുടെയും റൗണ്ട് 1 അലോട്ട്മെന്റ് ഓഗസ്റ്റ് 9 പുറത്തു വരിക. ഈ ഡേറ്റുകളിലൂടെ ഒന്നുകൂടെ കടന്നു പോവുക. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജോസയിലെ പോലെ തന്നെ നമുക്ക് എല്ലാ കോളേജിലും എല്ലാ സീറ്റിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പ്രധാനമായിട്ട് IITകളിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി കഴിഞ്ഞു. ബാക്കിയുള്ള നമ്മുടെ NIT പ്ലസ് സിസ്റ്റത്തിലേക്കാണ് CSABയിലെ ബാക്കിയുള്ള സീറ്റുകളിൽ എന്ത് ചെയ്യുക? അഡ്മിഷൻസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കോളേജിലെയും ഓരോ ബ്രാഞ്ചിലും നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് എത്ര സീറ്റുകൾ ബാക്കിയുണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ചോയ്സസ് ഫില്ല് ചെയ്യുക. നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ കോളേജുകളും കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരു പെർട്ടിക്കുലർ കോളേജിൽ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഒരു സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ചോയ്സ് ആയിട്ട് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തില്ല, അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ റൗണ്ട് 2 അലോട്ട്മെന്റിന്റെ ഡേറ്റ് നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. ഓഗസ്റ്റ് 7 കഴിഞ്ഞ് റൗണ്ട് 2 വരുന്നത്, റൗണ്ട് 3 വരുന്നത്, ലാസ്റ്റ് റൗണ്ട് വരുന്നത് ഓഗസ്റ്റ് 19 ഓഗസ്റ്റ് 19 ആകുമ്പോഴത്തേക്കും CSABയുടെയും ദാസയുടെയും റൗണ്ടുകളൊക്കെ, സ്പെഷ്യൽ റൗണ്ടുകളെല്ലാം അവസാനിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CSABയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള 13,000-ഓളം സീറ്റുകൾ, 13,000-ലധികം സീറ്റുകളിലേക്കുള്ള വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഓരോ കോളേജിലെയും 765 പേജുള്ള വലിയൊരു PDF തന്നെ നമ്മുടെ CSABയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം, അതിൽ ഓരോ പ്രോഗ്രാമിലും ഹോം സ്റ്റേറ്റ് അതുപോലെ അതർ സ്റ്റേറ്റ്, ഈ 2 കോട്ട ബേസ് ചെയ്തുകൊണ്ട് ഓരോ കാറ്റഗറി OBC NCL വരാം, ജനറൽ വരാം, EWS വരാം. അത് കഴിഞ്ഞ് സീറ്റ് പൂളിൽ തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള സീറ്റുകളുണ്ട്, ഫീമെയിൽ ഓൺലി ആയിട്ടുള്ള സീറ്റുകളുണ്ട്. എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജലന്ധർ, നമ്മുടെ NIT ജലന്ധറിൽ ബയോടെക്നോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോം സ്റ്റേറ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ 3 സീറ്റുകൾ അവൈലബിൾ ആണെന്ന് കാണാൻ സാധിക്കും. ഈ PDFൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് NIT കാലിക്കറ്റ് അല്ലെങ്കിൽ സൂറത്ത് ട്രിച്ചി, ഏത് NIT ആണോ അല്ലെങ്കിൽ ഏത് IIIT ആണോ അവിടുത്തെ സീറ്റുകൾ എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. കാലിക്കറ്റ് എന്ന് PDFൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ NIT കാലിക്കറ്റിന്റെ പേജിലേക്ക് എത്തും. 71ാമത്തെ പേജ് അല്ലെങ്കിൽ PDFലെ 71st പേജിലേക്ക് പോവുക. അവിടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് ബയോടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. OBC NCL ജെൻഡർ ന്യൂട്രൽ കാറ്റഗറിയിൽ 2 സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഹോം സ്റ്റേറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റിലെ കുട്ടികൾക്കാണ്. സോ ഹോം സ്റ്റേറ്റിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇനി ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഓൺലി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടാൻ. ബാക്കിയുള്ള ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള സീറ്റിലും ഗേൾസിന് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള എന്താ പറയുക കാറ്റഗറിയിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ ബയോടെക്നോളജിയിൽ ഈ റെസ്പെക്റ്റീവ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ഇനി താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ, ബയോടെക് കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ ഹോം സ്റ്റേറ്റിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ 2 സീറ്റുകൾ ബാക്കിയാണ്. സോ അഡ്മിഷൻ കിട്ടാത്ത ആളുകളൊക്കെ റെസ്പെക്റ്റീവായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കിയിട്ട് ചോയ്സസ് ഫില്ല് ചെയ്യാം. കെമിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് കാണാം. സിവിൽ എഞ്ചിനീയറിംഗിലൊക്കെ ഒരുപാട് സീറ്റുകൾ ആക്ച്വലി ബാക്കിയുണ്ട്. OBC NCL കാറ്റഗറിയിൽ തന്നെ 5 ഉണ്ട്. അതുപോലെ ഹോം സ്റ്റേറ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 8 സീറ്റുകളാണ്. സിവിൽ എഞ്ചിനീയറിംഗിലാണ് പ്രോബബ്ലി ഏറ്റവും കൂടുതൽ സീറ്റ് NIT കാലിക്കറ്റിൽ വേക്കൻ്റ് ആയി കിടക്കുന്നത്. ആൻഡ് ബാക്കി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലടക്കം സീറ്റുകൾ ബാക്കിയുണ്ട്. അവിടെ ഹോം സ്റ്റേറ്റിൽ OBC NCL ഒരു സീറ്റുണ്ട്. ഫീമെയിൽ ഓൺലി കാറ്റഗറിയിൽ OBC NCL ഒരു സീറ്റ് ബാക്കിയുണ്ട്. താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓപ്പൺ കാറ്റഗറി ഹോം സ്റ്റേറ്റിൽ കമ്പ്യൂട്ടർ സയൻസിന് 4 സീറ്റുകൾ, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള 4 സീറ്റുകൾ ബാക്കിയുണ്ട്. സോ അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ബ്രാഞ്ചുകൾക്ക് അടക്കം NIT കാലിക്കറ്റിൽ ബാക്കിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സൂറത്ത് ഓർ ട്രിച്ചി പോലുള്ള NITസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അതർ സ്റ്റേറ്റ് OS എന്ന് പറയുന്ന
കോട്ടയിൽ പോയിട്ട് എന്ത് ചെയ്യുക, എത്ര സീറ്റുകൾ ബാക്കിയുണ്ടെന്നുള്ളത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമുക്ക് എവിടെയൊക്കെ ഓപ്ഷൻസ് കൊടുക്കണം, ഏതൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്, എവിടെയൊക്കെയാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ മാത്രമേ എടുത്തുള്ളൂ. ഇതുപോലെ നമുക്ക് IIT കോട്ടയം നോക്കാം, അതുപോലെ ഏത് കോളേജ് വേണമെന്നുണ്ടെങ്കിലും NIT തന്നെ റൂർക്കല നോക്കാം, നാഗ്പൂർ നോക്കാം, അവിടെയൊക്കെ അതർ സ്റ്റേറ്റിൽ ഏതൊക്കെ സീറ്റ് ബാക്കിയുണ്ടെന്ന് നോക്കാം. അതനുസരിച്ചുകൊണ്ട് CSAB അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ 3 റൗണ്ട് ഓഫ് അലോട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചോയ്സസ് ഫില്ല് ചെയ്യുക. ഞാൻ നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യം, നമ്മുടെ NIT കാലിക്കറ്റിൽ 177 സീറ്റുകളാണ് ടോട്ടൽ വേക്കൻ്റ് ആയി കിടക്കുന്നത്. അതുപോലെ NIT ട്രിച്ചിയിൽ 123 സീറ്റ് ഉണ്ട്, NIT സൂറത്കൽ 136 സീറ്റുകൾ, NIT വാറങ്കൽ 141 സീറ്റ്, NIT റൂർക്കല 175 സീറ്റ്. നമ്മുടെ ആദ്യത്തെ 5 NITകൾ എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സീറ്റുകൾ ആക്ച്വലി എന്താണ് വേക്കൻ്റ് ആണ്. അത് ജോസയുടെ 6 റൗണ്ടൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ ചിലപ്പോൾ കോളേജ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും, കുറേ ആളുകൾ കീമിലേക്ക് പോയിട്ടുണ്ടാകും. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും നടന്ന എൻട്രൻസ് എക്സാമുകൾ വഴി അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്തവരുണ്ടാവും. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ VIT SRM പോയി ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ ഈ 6 റൗണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റുകളാണ് ഈ കാണുന്നത്. ടോട്ടൽ 13,700-ലധികം സീറ്റുകൾ ഈ പറയുന്ന NIT പ്ലസ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ന്യൂസ് നിങ്ങളുടെ JEE എഴുതി അഡ്മിഷൻസ് ഒന്നും കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ സീറ്റ് മെട്രിക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് സൂപ്പർ ന്യൂമറി ആണ്, ഇത് CSAB അഫക്ട് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഓൾറെഡി NITസിലും IITസിലൊക്കെ സീറ്റിന് പുറമെ എക്സ്ട്രാ ആയിട്ട് ദാസ സ്കീമിലേക്കുള്ള സീറ്റാണ്. ഇവിടെ IITകളില്ല, NIT പ്ലസ് സിസ്റ്റത്തിൽ മാത്രമാണ് ദാസ സ്കീം ഉള്ളത്. അത് തന്നെ എല്ലാ കോളേജിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ആ ലിസ്റ്റ് ഓഫ് കോളേജുകളാണ് ഈ കാണുന്നത്. 136 പേജിന്റെ ഒരു PDF ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആസാം യൂണിവേഴ്സിറ്റി മുതൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ആക്ച്വലി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അത്ര ചെറുതൊന്നുമില്ല. അവിടെ ദാസ CIWGയിലെ നമ്പർ ഓഫ് സീറ്റും നോൺ CIWGയിലെ സീറ്റുകളുടെ എണ്ണം ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പോൾ CIWG എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ സീറ്റ് കിട്ടുകയാണെങ്കിൽ ആക്ച്വലി നല്ല അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന സെയിം ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NITസിലും IIITസിലൊക്കെ പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കോളേജുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി DTUലൊക്കെ ഉള്ള സീറ്റുകളും അതുപോലെ തന്നെ പ്രോഗ്രാം നെയിമുകളും സീറ്റ് ടൈപ്പും ഇവിടെ പ്രത്യേക റിസർവേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാറ്റഗറി ഓപ്പൺ മാത്രമേ ഉള്ളൂ. ജെൻഡർ ബേസ്ഡ് റിസർവേഷനോ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനോ ഒന്നും നമ്മുടെ ദാസ സ്കീമിലില്ല. അവിടെ ആകെ ഉള്ളത് എന്താണ്, CIWG എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ട്. ടോട്ടലായിട്ട് ദാസ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അതിൽ CIWGയിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം, 8 GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ +1 +2 നിങ്ങൾ ആ കൺട്രീസിലായിരിക്കണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, CIWG സ്കീം അവൈൽ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ ദാസ സ്കീം വഴി അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഫീസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ ഉള്ള കട്ട് ഓഫിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ്. അതായത് 2 ലക്ഷം 3 ലക്ഷം ഈവൺ 5-6 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് JEE മെയിൻ ഉള്ള ആളുകൾക്കടക്കം NIT പ്ലസ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ദാസ സ്കീമിന്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ വന്നുകൊണ്ട് നോക്കുക ഓരോ കോളേജിലും എത്ര സീറ്റുകൾ ബാക്കിയുണ്ട് എന്നുള്ളത്. സോ ഇതാണ് CSAB ആൻഡ് ദാസ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അപ്ഡേറ്റ്. എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ലിങ്കുകളും കൃത്യമായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സംശയമുള്ള ആളുകൾ താഴെ ചോദിക്കുക, പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. കൃത്യമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓഗസ്റ്റ് ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചോയ്സുകൾ ലോക്ക് ചെയ്യാം. 3 റൗണ്ട് ഓഫ് അലോട്ട്മെന്റുകൾ ഇത്തവണ ഉണ്ട്. കഴിഞ്ഞ തവണ 2 റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു മോക്ക് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ഫൈനൽ റൗണ്ട് ഓഫ് അലോട്ട്മെന്റ്സ് വന്നിട്ടുള്ളത്. ആൻഡ് സീറ്റ് കിട്ടാത്ത ആളുകളും അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ശ്രമിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ വീഡിയോ. JEE വർഷം എഴുതി ഈ പറയുന്ന അഡ്മിഷൻസിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അവരുടെ പാരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.